ഇതില് നമ്മൾ പഠിക്കുന്നത് വലിയ ഭിന്നസംഖ്യ ഏത്, ചെറിയ ഭിന്നസംഖ്യ ഏത് എന്നുള്ള കാര്യമാണ്. വലുതേത്, ചെറുതേത്, വലുതേത്, ചെറുതേത്, വലിയ ഭിന്നസംഖ്യയും ചെറിയ ഭിന്നസംഖ്യയും കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചോദ്യം ഒന്ന് നോക്കാം ആദ്യം, എന്നിട്ട് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏതെന്നാ അല്ലെ. അപ്പം 1/2 എന്നൊരു സംഖ്യ കിടപ്പുണ്ട്, 3/5 എന്നൊരു സംഖ്യ കിടപ്പുണ്ട്, 2/3 എന്നൊരു സംഖ്യ കിടപ്പുണ്ട്, 1/4 എന്നൊരു സംഖ്യയും കിടപ്പുണ്ട് അല്ലെ. ഇങ്ങനെ 4 സംഖ്യകൾ, ഭിന്നസംഖ്യകൾ തരുക. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചേക്കുവാണ്, ഈ 4 ഭിന്നസംഖ്യകൾ തന്നിട്ട് നിങ്ങളോട് ചോദിച്ചേക്കുവാണ് ഏതാണ് ഇതിലെ വലുത്, അല്ലെങ്കിൽ ചോദിക്കും ഏതാണ് ഇതിലെ ചെറുത്, ഇങ്ങനെ ചോദിക്കും. ഓക്കെ, അപ്പം യെസ് അതിൽ ഹായ്, സ്വാഗതം കേട്ടോ മക്കളെ. അപ്പൊ ഇതെങ്ങനെ ചെയ്യും മക്കളെ ഇത് ചോദിച്ചാൽ? അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയ ഭിന്നസംഖ്യ ഏത്, ചെറിയ ഭിന്നസംഖ്യ ഏതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഇത് ചെയ്യാനുള്ള നോർമൽ കോമൺ സെൻസ് ഉള്ള മെത്തേഡ്, നോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോന്നിന്റെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നോർമൽ മെത്തേഡ്. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.5 അല്ലേ മക്കളെ? അരാന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? അതുപോലെ 3/5 എന്ന് പറഞ്ഞാൽ എത്രയാ? 3/5 എന്ന് പറഞ്ഞാൽ 0.6 ആ വില കണ്ടുപിടിക്കുമ്പോൾ ഹരിക്കുമ്പോൾ, ആണോ? 2/3 എന്ന് പറഞ്ഞാൽ 6 പോയിന്റ് സംതിങ് ആ അല്ലെ. 2/3 എന്ന് പറഞ്ഞാൽ 6 പോയിന്റ് അല്ല, സോറി 0.666 സംതിങ് ആണ്, ആണോ? ഇനി 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്, കാലല്ലേ 1/4 എന്ന് പറഞ്ഞാൽ, ആണോ? ഓരോന്നിന്റെ ഹരിച്ച് വില കണ്ടുപിടിക്കുക. ഈ വിലകൾ നോക്കിയാൽ ഇതിൽ ഏറ്റവും ചെറുതേത്, ഏറ്റവും വലുതേത്, ഇടയ്ക്കുള്ളത് ഏതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ പക്ക നോർമൽ മെത്തേഡ്. അപ്പൊ ഒരു രക്ഷയില്ല എങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ ഹരിച്ച്, ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ചെയ്യണം. 1/2 ഹരിച്ച് നോക്കുമ്പോൾ 0.5 കിട്ടും, 3/5 ഹരിച്ച് നോക്കുമ്പോൾ 0.6 കിട്ടും, 2/3 ഹരിച്ച് നോക്കുമ്പോൾ 0.66 സംതിങ് വരും. യെസ്, 1/4 ഹരിച്ച് നോക്കുമ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ കാലെന്ന് പറഞ്ഞാൽ 0.25 ആ മക്കളെ, ശരിയല്ലേ? ആണ്. ഇനി ഇത് നോർമൽ വേ ആണ് അല്ലെ, ഇത് നിങ്ങൾക്കറിയാം, ഇതിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മുടെ 18ാമത്തെ അടവായിട്ട്. ഇനി എന്താണ് ഇതിന്റെ ഷോർട്ട് കട്ട്, അല്ലെങ്കിൽ രണ്ട് ഭിന്നസംഖ്യകളിൽ വലുതേത് ചെറുതേതെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മക്കളെ? ഏതെങ്കിലും രണ്ട് ഭിന്നസംഖ്യകൾ തന്നാൽ അതിൽ വലുതേത് ചെറുതേതെന്ന് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് നിങ്ങൾ ഇങ്ങനെ എതിരെ ഇവന്മാരെ തമ്മിൽ ഗുണിക്കുക. 5 × 1 5 ആണ്. പിന്നെ ഇവന്മാരെ തമ്മിൽ ഗുണിക്കുക. 2 × 3 6 ആണ്. കണ്ടോ, ഞാൻ ചെയ്തത് രണ്ട് ഭിന്നസംഖ്യകളിൽ വലുതേത് ചെറുതേതെന്ന് കണ്ടുപിടിക്കാൻ ഇവന്മാരെ തമ്മിൽ ഗുണിച്ചു. ഇവന്മാരെ തമ്മിൽ ഗുണിച്ചപ്പോൾ എനിക്ക് 5 കിട്ടി മക്കളെ. ഇവന്മാരെ തമ്മിൽ ഗുണിച്ചു, അപ്പൊ എനിക്ക് 6 കിട്ടി. കണ്ടോ? യെസ്, ഇവന്മാരെ തമ്മിൽ ഗുണിച്ചിട്ട് ആ വില അതിന്റെ മുകളിൽ എഴുതി, ഇവരെ തമ്മിൽ ഗുണിച്ചിട്ട് ആ വില അതിന്റെ മുകളിൽ എഴുതി. ഇതിൽ വലിയ സംഖ്യയുടെ താഴെ കിടക്കുന്ന ഭിന്നസംഖ്യ ആയിരിക്കും വലിയ ഭിന്നസംഖ്യ. വലിയ സംഖ്യയുടെ താഴെ കിടക്കുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ. കണ്ടോ, ഇതിലെ വലിയ സംഖ്യയുടെ താഴെ കിടക്കുന്ന പറഞ്ഞാൽ ഇത് 5ഉം ഇത് 6ഉം ആ. ഈ 6ന്റെ താഴെ കിടക്കുന്ന 3/5 ആണ് ഈ രണ്ട് ഭിന്നസംഖ്യകളിൽ വലുത്. അപ്പൊ രണ്ട് ഭിന്നസംഖ്യകൾ എന്നിട്ട് അതിൽ ഏത് വലുത് ചെറുതെന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് ആണിത്. ഇങ്ങനെ ഗുണിച്ച് നോക്കുക, അതിന്റെ വില അതിന്റെ മുകളിൽ എഴുതണം. ഇങ്ങനെ ഗുണിച്ച് നോക്കുക, അതിന്റെ വില അതിന്റെ മുകളിൽ എഴുതണം. വലിയ സംഖ്യയുടെ താഴെ കിടക്കുന്ന വലുത്, ചെറിയ സംഖ്യയുടെ താഴെ കിടക്കുന്ന ചെറുത്. അപ്പൊ ഇതിങ്ങനെ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ, നമുക്ക് വെറുതെ മനക്കണക്കായിട്ട് അങ്ങ് ചെയ്യാവുന്നേ ഉള്ളൂ, എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലാവാൻ വേണ്ടി എഴുതിയേ ഉള്ളൂ. ഇതാണ് നമുക്ക് കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്. അപ്പം ഇതുപോലെ 4 എണ്ണമൊക്കെ വന്നാൽ എന്ത് ചെയ്യും? രണ്ടെണ്ണം ചെക്ക് ചെയ്ത് പോകണം. അപ്പൊ എങ്ങനെയാ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഓരോ 2 എണ്ണം വീതം, ശരിയല്ലേ? ആദ്യം നമുക്ക് ഈ 2 എണ്ണത്തെ ചെക്ക് ചെയ്യാം, ഇതിലേതാണ് വലുതെന്ന് കണ്ടുപിടിക്കാം. ശരി, ഞാൻ ആദ്യം മക്കളെ ഇവന്മാരെ ഗുണിച്ചു. ഇതിനെ ഗുണിച്ചപ്പം എനിക്ക് 5 എന്നും ഇതിനെ ഗുണിച്ചപ്പോൾ എനിക്ക് 6 എന്നും കിട്ടി. അപ്പൊ എനിക്കറിയാം ഈ 2 എണ്ണത്തിൽ വലുത് 3/5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1/2 വെട്ടിക്കളയാം, കാരണം അത് ചെറുത് ഇനി ആവശ്യമില്ല. അടുത്ത 2 എണ്ണത്തെ കമ്പയർ ചെയ്താലോ? നമുക്ക് അടുത്ത 2 എണ്ണത്തെ കമ്പയർ ചെയ്യാം. ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇവന്മാരെ 2 പേര്, കാരണം ആദ്യത്തെ 2 എണ്ണത്തിൽ ഇതാണ് വലുതെന്ന് കിട്ടി. അടുത്ത 2 കമ്പയർ ചെയ്യുവാണേ. അടുത്ത 2 കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ 2 കമ്പയർ ചെയ്യുമ്പോൾ ദേ മക്കളെ, ആദ്യം ഞാൻ ഇവന്മാരെ തമ്മിൽ ഗുണിച്ചു, ഇതെനിക്ക് 9 എന്ന് കിട്ടി. ഇവന്മാരെ തമ്മിൽ ഗുണിച്ചു, അപ്പൊ എനിക്ക് 10 എന്ന് കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ 2 എണ്ണത്തിൽ വലുത് ഏതാ? 2/3 ആണ്. അപ്പൊ 3/5 ചെറുതായതുകൊണ്ട് അവനെ വീണ്ടും വെട്ടിക്കളയാം, ആണല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇനിയുള്ളത് 2 എണ്ണം കൂടെ ഉള്ളൂ. ഈ 2 എണ്ണത്തെയും കൂടെ കമ്പയർ ചെയ്യണം, ശരിയല്ലേ? കമ്പയർ ചെയ്യുമ്പം ഞാൻ ഇത് രണ്ടും നോക്കി 8 കിട്ടി, ഇത് നോക്കി 3 കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ 2 എണ്ണത്തിൽ വലുത് 2/3 തന്നെയാണ്. അപ്പൊ ഈ 4 എണ്ണത്തിലും വെച്ച് ഏറ്റവും വലുത് ഏതാ? 2/3 ആണ്. ഇങ്ങനെ ഓരോ 2 എണ്ണം എടുത്ത് കമ്പയർ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതാണ്
നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ചെറിയ സംഖ്യകൾ വരുമ്പോഴാണ് ഇത് ശരിക്കും യൂസ്ഫുൾ ആകുന്നത്. ഭിന്നസംഖ്യകൾ വലുതാണെങ്കിൽ ഇത് അത്ര യൂസ്ഫുൾ അല്ല. എങ്കിലും കോമൺലി വലുതേത് ചെറുതേതെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇത്. ഒന്നുകൂടെ പറയാം വേഗം. ആദ്യത്തെ രണ്ടെണ്ണം കമ്പയർ ചെയ്തു, എന്നിട്ട് ഇങ്ങനെ ഗുണിച്ചു 5, ഇങ്ങനെ ഗുണിച്ചു 6. ഈ രണ്ടെണ്ണത്തിൽ വലുത് 6ന്റെ താഴെ കിടക്കുന്ന 3/5 ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2/3 അങ്ങ് വെട്ടി. ഇനി അതിന്റെ ആവശ്യമില്ല. നമ്മൾ അടുത്ത രണ്ട് ഭിന്നസംഖ്യകൾ കമ്പയർ ചെയ്തു. ഇങ്ങനെ ഗുണിച്ചപ്പോൾ 9ഉം ഇങ്ങനെ ഗുണിച്ചപ്പോൾ 10ഉം കിട്ടി. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ വലുത് 2/3 ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ അടുത്ത ഭിന്നസംഖ്യനെ വെട്ടി, ചെറുതിനെ വെട്ടി ഇങ്ങ് പോവാം. നമ്മൾ അടുത്ത രണ്ട് ഭിന്നസംഖ്യകൾ കമ്പയർ ചെയ്തു. ഇത് ഗുണിച്ചപ്പം 8 കിട്ടി, ഇത് ഗുണിച്ചപ്പം 3 കിട്ടി. അപ്പൊ ഇതിലും വലുത് 2/3 തന്നെയാണെന്ന് മനസ്സിലായി. അപ്പൊ മൂന്നാമത്തേതും വെട്ടി. അപ്പൊ ഈ 4എണ്ണത്തിൽ ഏറ്റവും വലുത് 2/3 ആണെന്ന് മനസ്സിലായി. ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ക്ലിയർ അല്ലേ മക്കളെ? ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യും. ഇനി ഇതേ ചോദ്യങ്ങൾ തന്നെ അവര് ആരോഹണ ക്രമത്തിൽ എഴുതുക, അവരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞ് ചോദിക്കും. ഏറ്റവും വലുതേത് ചെറുതേത് എന്ന് ചോദിക്കുന്നതിന് പകരം ഇവയെ ആരോഹണ ക്രമത്തിലാക്കുക, അവരോഹണ ക്രമത്തിലാക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ആരോഹണ ക്രമത്തിലാക്കുക, അവരോഹണ ക്രമത്തിലാക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഓരോ രണ്ടെണ്ണം കമ്പയർ ചെയ്ത് പോയാൽ നമ്മുടെ സമയം പോകും. അപ്പം ഈ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും ഒക്കെ ആക്കാനുള്ള ചോദ്യങ്ങൾ വരുമ്പം കുറച്ചുകൂടെ നല്ലത് ഇതിന്റെ വിലകൾ കണ്ടുപിടിച്ച് ചെയ്യുക. അതായത് നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഇതിന്റെ വില കണ്ടുപിടിക്കണം, ദശാംശസംഖ്യയായിട്ട് ഇതിന്റെയൊക്കെ വിലകൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചെറുതും വലുതും ഇടയ്ക്കുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആരോഹണമാക്കുക, അവരോഹണമാക്കുക എന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ വില കണ്ടുപിടിച്ച് ചെയ്യണം. വില കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് ഒരു ടെക്നിക്കുണ്ട്. നമ്മൾ വില കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്, ഇതിനെ എല്ലാത്തിനെയും 10 കൊണ്ട് അങ്ങ് ഗുണിക്കണം. എല്ലാത്തിനെയും 10 കൊണ്ട് ഗുണിക്കണം. എല്ലാവർക്കും ഒരേപോലെ 10 കൊണ്ട് ഗുണിച്ചു. എല്ലാവരെയും ഒരേപോലെ മാറ്റം വരുത്തിയാൽ ആരും പരാതി പറയില്ല അല്ലെ? തൊട്ടടുത്ത വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ലല്ലോ. നമുക്ക് കറണ്ട് ഇല്ല, അടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിലാണ് പ്രശ്നം, ആണല്ലോ? അത് നമുക്കറിയാം. അപ്പൊ അതുപോലെ ഇവിടെ എല്ലാ സംഖ്യകളെയും ഞാൻ 10 കൊണ്ട് ഗുണിച്ചു. അതുകൊണ്ട് ആർക്കും പരാതിയില്ല, എല്ലാവർക്കും × 10 കിട്ടി, ആണല്ലോ? ഇനി ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കിക്കുക. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമുണ്ട് മക്കളെ. നോക്ക്, ഞാൻ 1/2 ചെയ്യുന്നതിന് പകരം 10/2 ചെയ്യുക. എനിക്ക് വേഗം ഉത്തരം 5 ആണെന്ന് പറയാം. 3/5 പകരം 30/5 ചെയ്യുക. എനിക്ക് ഉത്തരം വേഗം 6 ആണെന്ന് എഴുതാൻ പറ്റും. ഞാൻ 2/3 ചെയ്യുന്നതിന് പകരം 20/3 ചെയ്യുക. എനിക്ക് 6 3 18. സോ 6 പോയിന്റ് സംതിങ് അല്ലേ? സംതിങ് എന്ന് പറഞ്ഞാൽ എത്രയിലും ആയിക്കോട്ടെ, കണ്ടുപിടിക്കാൻ പോകണ്ടാന്നേ. 6 3 18, ബാക്കി രണ്ടും ഉണ്ട്, സംതിങ് ആണ്. ഓക്കെ, സോ ഇതോ മക്കളെ 1/4 എന്ന് പറഞ്ഞാൽ 10/4 എന്ന് പറഞ്ഞാൽ 2.5 എന്ന് കിട്ടും. കണ്ടോ, ഞാൻ എല്ലാത്തിനെയും 10 കൊണ്ട് ഗുണിച്ചപ്പോഴേ എനിക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായില്ലേ? കാരണം പോയിന്റുകൾ കുറച്ച് ഒഴിവായി. 1/2 ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് 10/2 ചെയ്യാൻ, ശരിയാണോ? 3/5 ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് 30/5 ചെയ്യാൻ. 2/3 ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് 20/3 ചെയ്യാൻ. കണ്ടോ, 1/4 ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് 10/4 ചെയ്യാൻ. അപ്പൊ എനിക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനെയും 100 കൊണ്ട് ഗുണിച്ചത്. അപ്പൊ ഈ ടെക്നിക്ക് യൂസ്ഫുൾ ആകുന്നത് എപ്പോഴാണ്? കൂടുതലും ആരോഹണം അവരോഹണം ഒക്കെ എഴുതുക എന്ന് പറയുമ്പോൾ ഈ ടെക്നിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആകും. ഇപ്പൊ എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ഏറ്റവും ചെറുത് ഏതാ? ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഇതില് 1/4. അതിലും വലുതേതാ? അതിലും വലുതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/2 ആണോ? അതിലും വലുതേതാ മക്കളെ? 3/5. ഏറ്റവും വലുതേതാ മക്കളെ? 2/3. കണ്ടോ, എനിക്ക് അതിന്റെ ആരോഹണ ക്രമത്തിലെ ഓർഡർ വേഗം കിട്ടിയത് കണ്ടോ? അപ്പം ഇത്തരം ചോദ്യങ്ങൾ ആരോഹണം അവരോഹണം എന്ന് പറഞ്ഞു വന്നാൽ ഇങ്ങനെ വേണം ചെയ്യാൻ. മക്കളെ, കാര്യങ്ങൾ ക്ലിയർ ആണോ എന്നൊന്ന് പറഞ്ഞേ. ഞാൻ ഈ പറഞ്ഞതും ഈ ചെയ്തതും വൃത്തിയായിട്ട് മനസ്സിലായോ? സാധാരണഗതിയിൽ വലുതാണോ ചെറുതാണോ നോക്കാൻ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി ചോദ്യം ആരോഹണ ക്രമത്തിൽ എഴുതുക അവരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാത്തിനെയും 10 കൊണ്ട് ഗുണിച്ചിട്ട് ആ വിലകൾ കണ്ടുപിടിച്ച് ചെയ്താൽ കുറച്ചുകൂടെ വേഗത്തിൽ ഉത്തരങ്ങൾ കിട്ടും. കാരണം ഏറ്റവും ചെറുതും വലുതും ഇടയ്ക്കുള്ളതും ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? ക്ലിയർ ആയോ? സെറ്റാ? എങ്കിൽ പറഞ്ഞേ സെറ്റാ. വേഗം വേഗം പറ സെറ്റാ. ഓക്കെ ആണോ? സെറ്റാ? സെറ്റാണോ? സംഗതി സെറ്റാണ്? യെസ്, ക്ലിയർ ആണ് അല്ലേ? ശരി, എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? ശരി, 5/8 ഉണ്ട് അല്ലെ? ഓപ്ഷനിൽ 5/8 ഉണ്ട്. ഓപ്ഷനിൽ 2/3 ഉണ്ട്. ഓപ്ഷൻ സി 4/7 ഉണ്ട് അല്ലെ? ഓപ്ഷൻ ഡി 7/9 ഉണ്ട്. മക്കളെ, നമ്മുടെ ക്ലാസ്സുകൾ സാവകാശം മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകളാണ്. അപ്പം കുറച്ച് നന്നായിട്ട് സമയം അറിയാവുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ റെക്കോർഡ് 2x ഇട്ട് കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ എൻ്റെ കുറേ പാവം കുട്ടികളുണ്ട്, അവരെ എല്ലാം പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി തറ പറ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. അപ്പം കുറച്ചായി കഴിയുമ്പോൾ അവർ ലെവലാവും. തുടക്കത്തിൽ അവർ ഇച്ചിരി പുറകോട്ടാണെങ്കിലും 3-4 ചാപ്റ്റർ കഴിയുമ്പോൾ അവർ നല്ല പുലിക്കുട്ടികളാവും.
അല്ലെ. അപ്പൊ അതിനു വേണ്ടി നമ്മളൊന്ന് സാവകാശം വൃത്തിയായിട്ട് പഠിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ആരെയും പേടിക്കാതെ സ്വസ്ഥമായിട്ട് നമ്മുടെ സ്വന്തം ചാനലിൽ. ഓക്കെ, അപ്പൊ അതാണ് ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് എപ്പോഴും ശ്രദ്ധിച്ച് സാവകാശം പറഞ്ഞു പോകാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പൊ അതാണ് ആക്ച്വലി വേണ്ടത്, അതുകൊണ്ടാണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേഗം ചെയ്തോ, വേഗം ചെയ്തോ, വേഗം ചെയ്തോ, വേഗം ആൻസറുകൾ പോരട്ടെ. ഇതിലേതാണ് ഏറ്റവും വലുത് എന്നാണ് സേട്ടാ ചോദ്യം. ഇതിലേറ്റവും വലുത് ഏതെന്നാണ് സേട്ടാ ചോദ്യം. ഇതിലേറ്റവും വലുത്. യെസ്. എന്ത് ചെയ്യണം മക്കളെ? ഏറ്റവും വലുത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓരോ രണ്ടെണ്ണം കമ്പയർ ചെയ്യണ്ടേ? വേണോ? ഞാൻ ആദ്യം ഇവന്മാരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുവാണേ. കമ്പയർ ചെയ്യുമ്പം നിങ്ങൾ നോക്കിയേ, ഇങ്ങോട്ട് ഞാൻ ഗുണിച്ചു, അപ്പൊ എനിക്ക് 15 കിട്ടി. ഇങ്ങോട്ട് ഞാൻ ഗുണിച്ചു, അപ്പൊ എനിക്ക് 16 കിട്ടി. അപ്പൊ അറിയാം ഇതിൽ വലിയ സംഖ്യ 16 അതായത് 16 താഴെ കിടക്കുന്ന 2/3 ആണ് വലുത്. അപ്പൊ 5/8 ഓൾറെഡി ചെറുതാണെന്ന് മനസ്സിലായല്ലോ, അതുകൊണ്ട് അവനെ തട്ടിക്കളഞ്ഞു. ശരി, അടുത്ത രണ്ടെണ്ണം നമുക്ക് കമ്പയർ ചെയ്യാം. അടുത്ത രണ്ടെണ്ണം കമ്പയർ ചെയ്യാം. ശരി, അടുത്ത രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ മക്കളെ ഞാൻ ഈ രണ്ടെണ്ണോ കമ്പയർ ചെയ്യുന്നത്. ഇങ്ങനെ ഗുണിച്ചാൽ എനിക്ക് 14 കിട്ടും, ഇങ്ങനെ ഗുണിച്ചാൽ എനിക്ക് 12 കിട്ടും. ഇതിൽ വലുത് 14ന്റെ താഴെ കിടക്കുന്ന 2/3 ആണ്. ശരിയാണോ? അപ്പൊ 4/7 അതിലെ ചെറുതാണ്, അതുകൊണ്ട് തട്ടിക്കളയാം അല്ലെ. ഇനി അടുത്ത രണ്ടെണ്ണം കമ്പയർ ചെയ്യാം മക്കളെ. ഇതും ഇതും കൂടെ കമ്പയർ ചെയ്യുവാണ്. ഇങ്ങനെ ഗുണിച്ചു 18 കിട്ടി, ഇങ്ങനെ ഗുണിച്ചു 21 കിട്ടി. ശരിയാണോ? അതിൽ വലിയ സംഖ്യ 21 21ന്റെ താഴെ കിടക്കുന്ന അല്ലേ 7/9 അല്ലേ മക്കളെ വലുത്? ഇത് ചെറുതല്ലേ? 7/9 അല്ലേ ആൻസർ നജില? അല്ലേ മക്കളെ? അല്ലേ? ഇങ്ങനെ ഗുണിക്കുമ്പോൾ 18 7 3 21 അല്ലേ വരുന്നത്. സോ 7/9 അല്ലേ വലുത്? ആണ് അല്ലേ? മനസ്സിലായോ മക്കളെ? അപ്പൊ അതുണ്ടോ, ഇതിൽ ഏറ്റവും വലുത് കണ്ടുപിടിച്ചു അല്ലെ. ചെറുത് കണ്ടുപിടിക്കാനാ ചോദ്യമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാത്തിലെയും ചെറുതെടുത്ത് പോകണം. വലുത് കണ്ടുപിടിക്കാനാ ചോദ്യമെങ്കിൽ എല്ലാത്തിലെയും വലുതെടുത്ത് പോകണം. ഇത്രയുള്ള പരിപാടി. സിമ്പിൾ ടെക്നിക്ക്. കിട്ടി? സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ ചേട്ടന്മാരെ? ശരി, എങ്കിൽ മുന്നോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റിനെ, താഴെ തന്നിരിക്കുന്നവയിൽ മക്കളെ ചെറിയ ഭിന്നസംഖ്യ ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ചെറിയ ഭിന്നസംഖ്യ കാണാനാണ്. ഭിന്നസംഖ്യകൾ ഒന്ന് 1/3 ആണ് അല്ലെ, ഒന്ന് 2/7 ആണ്, ഒന്ന് 4/5 ആണ്, ഒന്ന് 3/10 ആണ്. ഇതിലെ ചെറുത് കാണാനാണ് മക്കളെ ചോദ്യം. അപ്പൊ ഓരോ രണ്ടെണ്ണം കമ്പയർ ചെയ്യണം, അതിലെ ചെറുതിനെ കണ്ടുപിടിക്കണം. ആണോ? അപ്പൊ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം കമ്പയർ ചെയ്യാം. അതിൽ ഏറ്റവും ചെറുതെടുത്താ പോകേണ്ടതേ. ഇത് ഗുണിക്കുമ്പോൾ എനിക്ക് 7 കിട്ടും, ഇത് ഗുണിക്കുമ്പോൾ എനിക്ക് 6 കിട്ടും. അപ്പൊ 6ന്റെ താഴെ കിടക്കുന്ന 2/3 ആണ്, 2/7 ആണ് ചെറുത് അല്ലേ. അപ്പം വലുതായിട്ടുള്ളതിനെ എനിക്ക് വേണ്ട, വെട്ടി. അടുത്ത രണ്ടെണ്ണം കമ്പയർ ചെയ്യുവാണ്. ഈ രണ്ടെണ്ണത്തിൽ ചെറുത് കണ്ടുപിടിക്കണം. ഇങ്ങനെ ഗുണിക്കുമ്പോൾ എനിക്ക് 10, ഇങ്ങനെ ഗുണിക്കുമ്പോൾ എനിക്ക് 7 4 28 കിട്ടുന്നത്. ശരിയാണോ? ഇതിൽ ചെറുത് 2/7 ആണ്. അപ്പൊ 4/5 വലുതാണ്, എനിക്ക് വേണ്ട, എനിക്ക് ഏറ്റവും ചെറുതാ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ടെണ്ണത്തെ കമ്പയർ ചെയ്യാം. ഇതും കൂടെ കമ്പയർ ചെയ്യാം. ഇങ്ങനെ ഗുണിക്കുമ്പോൾ എനിക്ക് 20, ഇങ്ങനെ ഗുണിക്കുമ്പോൾ എനിക്ക് 7 3 21 കിട്ടുന്നത്. അതിൽ ചെറിയ സംഖ്യയുടെ താഴെ കിടക്കുന്ന 2/7 ആണ്, അവിടെയും ചെറുത്. അപ്പൊ ഇത് വലുതാണ്, വേണ്ട. ആണോ? അപ്പൊ ഈ 4 എണ്ണത്തിൽ വെച്ച് ഏറ്റവും ചെറുത് ഏതെന്ന് കിട്ടും മക്കളെ? 2/7 ആണ് എന്ന് കിട്ടും. ചെയ്തത് വ്യക്തമാണോ? ഇത് എല്ലാത്തിലും വെച്ച് ഏറ്റവും ചെറുത് 2/7 ആണ് അല്ലെ. അപ്പം ഓരോ രണ്ടെണ്ണം കമ്പയർ ചെയ്യുക, അതിലെ ചെറുതെടുത്ത് മുന്നോട്ട് പോവുക. അതിൽ ഏറ്റവും ചെറുത് ഏതാണോ അത് ആൻസർ അല്ലെ. രണ്ടെണ്ണം കമ്പയർ ചെയ്യുക, അതിൽ ചെറുത് കാണാനല്ലേ, അപ്പൊ അതിൽ ചെറുതെടുക്കുക, വലുത് വെട്ടിക്കളയുക. അടുത്ത രണ്ടെണ്ണം കമ്പയർ ചെയ്യുക, അതിലെ ചെറുതെടുക്കുക, വലുത് വെട്ടിക്കളയുക. അടുത്ത രണ്ടെണ്ണം കമ്പയർ ചെയ്യുക, അതിലെ ചെറുതെടുക്കുക, വലുത് വെട്ടിക്കളയുക. അപ്പൊ ഏറ്റവും ചെറുതിനെ കിട്ടും. വലുതെടുക്കാൻ ചോദിച്ചാൽ നേരെ തിരിച്ചു ചെയ്യണം. ശരിയാണോ? സുധിഷ്ണ ലേറ്റ് ആയല്ലോ വരാൻ, എന്ത് പറ്റി? ലൈവിലല്ല കേട്ടോ, ബാക്കിലാണ്. നിങ്ങൾ പലപ്പോഴും ക്ലാസ്സിൽ കയറുമ്പോൾ നിങ്ങൾ പുറകിലായിരിക്കും, ലൈവ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങൾ മെസ്സേജ് അയക്കുന്ന പഴയ അതായത് കുറച്ച് പഴയതിൻ്റെ ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, 9 മണിയാകുമ്പോൾ തന്നെ വരാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേ പിടിച്ചു മക്കളെ, ദേ പിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത്, താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ. ഓക്കെ, ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. 11/12 ശരിയാണോ? 17/18 അല്ലെ? 8/9 യെസ്. 24/25 24/25 11/12 17/18 8/9 24/25 ഇതിലേതാണ് വലുതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച എല്ലാവരും, ഇവിടെ ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട് അല്ലേ മക്കളെ? എന്താണ് ഇവിടുത്തെ പ്രശ്നം?
മുമ്പേ സാറ് തന്നതെല്ലാം ചെറിയ സംഖ്യകളായിരുന്നു, ക്ലോസ് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു. ആണോ? ഇപ്പം എന്നാൽ അങ്ങനെയല്ല, എല്ലാം രണ്ടക്ക സംഖ്യകളാണ്. അപ്പൊ വലുതേത് ചെറുതേന്ന് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഗുണിച്ച് നോക്കാൻ പോയാൽ സമയം പോകും, ഇങ്ങനെ ഗുണിക്കാൻ പോയാൽ സമയം പോകും, ശരിയല്ലേ? അപ്പം ഗുണിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ നോക്കുക, വേറെ എന്തെങ്കിലും പ്രത്യേകത ഈ ഭിന്നസംഖ്യകൾക്കുണ്ടോ നോക്കിക്കേ. ഉണ്ട് മക്കളെ. ഈ ഡിഫറൻസ് ഒന്നല്ലേ, ഈ ഡിഫറൻസ് ഒന്നല്ലേ, ഈ ഡിഫറൻസ് ഒന്നല്ലേ, ഈ ഡിഫറൻസ് ഒന്നല്ലേ മക്കളെ? ഡിഫറൻസുകൾ അംശവും ഛേദവും തമ്മിൽ ഡിഫറൻസ് ഒന്നല്ലേ? ആണോ? അംശവും ഛേദവും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നാണ്. പിന്നെ ഇതെല്ലാം സാധാരണ ഭിന്നങ്ങളുമാണ്. പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം ചേട്ടാ. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ്, സെയിം ആണ്. ഒന്നാണെന്നുള്ളതല്ല, സെയിം ആണെന്നുള്ളതാണ് പ്രത്യേകത. എല്ലാം സാധാരണ ഭിന്നങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ സൈഡിലേക്ക് ഒരു നോട്ടായിട്ട് എഴുതിക്കോണം. എല്ലാം സാധാരണ ഭിന്നങ്ങളാവുകയും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ വലിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ സേട്ടാ. ഒന്നുകൂടെ പറയാം. എന്താ ഞാൻ പറഞ്ഞേ? എല്ലാം സാധാരണ ഭിന്നങ്ങളായിരിക്കണം, അംശവും ഛേദവും നമ്മൾ വ്യത്യാസം തുല്യമായിരിക്കണം. എങ്കിൽ വലിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യ ഏതാണോ അതായിരിക്കും വലുത്. ഇവിടെ വലിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യ ഏതാ? 24/25 അല്ലേ മക്കളെ? അപ്പൊ ഇതിൽ വലിയ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ 24/25 ആണ്. അപ്പം നിയമം വൃത്തിയായിട്ട് സൈഡിലേക്ക് എഴുതി വെച്ചോണം. എല്ലാം സാധാരണ ഭിന്നങ്ങളാവുകയും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ, എല്ലാം സാധാരണ ഭിന്നങ്ങളാവുകയും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ വലിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ, വലിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ. എഴുതിയെന്ന് വിചാരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി സേട്ടാ. മനസ്സിലായത് ഇവിടെ ഡിഫറൻസ് 2, ഇവിടെയും ഡിഫറൻസ് 2, ഇവിടെയും ഡിഫറൻസ് 2, ഇവിടെയും ഡിഫറൻസ് 2. എല്ലാം സാധാരണ ഭിന്നങ്ങളാണ്. ആണോ? എല്ലാം സാധാരണ ഭിന്നങ്ങളുമാണ്. അംശവും ഛേദവും നമ്മൾ വ്യത്യാസം തുല്യവുമാണ്. ഇങ്ങനെ വന്നാൽ വലിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യയാണ് വലുത് എന്ന് പഠിച്ചു. ഇതിൽ വലിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ 52/54 ആണ്. അപ്പൊ ഇതിലെ വലിയ ഭിന്നസംഖ്യ 52/54 ആണ്. നമ്മൾ വലുതിന്റെ മാത്രം നിയമങ്ങളെ പഠിക്കുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. രണ്ടും കൂടെ പഠിക്കാൻ പോയാൽ മക്കളെ കൺഫ്യൂഷൻ ആവും. അപ്പൊ എല്ലാ നിയമങ്ങളും പഠിക്കുമ്പോൾ വലുതിന്റെ മാത്രം പഠിക്കുക, ചെറുതിന്റെ വന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. നിയമങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും വലുതിന്റെ മാത്രം പഠിക്കുക, ചെറുതിന്റെ നേരെ വിപരീതം. നമ്മൾ പറഞ്ഞു എല്ലാം സാധാരണ ഭിന്നങ്ങളാവുകയും വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ വലിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ. അപ്പൊ ചെറുതോ? ചെറിയ സംഖ്യകൾ അടങ്ങുന്ന ചെറുത്. എക്സാമിന് തിരിച്ചും മറിച്ചും ചോദിക്കാം. പക്ഷെ നമ്മൾ വലുത് മാത്രമേ പഠിക്കുന്നുള്ളൂ, ചെറുത് നേരെ തിരിച്ചാണെന്ന് മനസ്സിലാക്കിക്കോണം. കേട്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദേ പിടിച്ചോ നമ്മുടെ നെക്സ്റ്റ് വൺ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? അല്ലെ, ഭിന്നസംഖ്യകൾ കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. അതിലേതാണ് വലുതെന്നാണ് ചോദ്യം. ശരി, അപ്പൊ നിങ്ങൾ നോക്കിയപ്പോഴേ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതിന്റെ എല്ലാം വ്യത്യാസം സെയിമാ. ഇവിടെ 5 വ്യത്യാസമുണ്ട്, ഇവിടെ 5 വ്യത്യാസമുണ്ട്, ഇവിടെ 5ന്റെ വ്യത്യാസമുണ്ട്, ഇവിടെയും 5ന്റെ വ്യത്യാസമുണ്ട്. ശരിയാണോ മക്കളെ? എല്ലാത്തിൻ്റെയും വ്യത്യാസം സെയിം ആണ്. എല്ലാത്തിൻ്റെയും വ്യത്യാസം 5ആണ്. പക്ഷേ ഇതെല്ലാം വിഷമ ഭിന്നങ്ങളാണ്. നമ്മൾ പഠിച്ച നിയമത്തിൽ എല്ലാം സാധാരണ ഭിന്നങ്ങളാവുകയും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ വലിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ എന്നല്ലേ പഠിച്ചേ? ഇവിടെ വ്യത്യാസം തുല്യമാണ്, പക്ഷെ എല്ലാം വിഷമ ഭിന്നങ്ങളാണ്. അപ്പം ഇതിന്റെ നിയമം ഇങ്ങനെ പഠിച്ചു വെച്ചോണം. എല്ലാം വിഷമ ഭിന്നങ്ങളാവുകയും വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ, മക്കളെ എല്ലാം വിഷമ ഭിന്നങ്ങളാവുകയും വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ ചെറിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ. എല്ലാം വിഷമ ഭിന്നങ്ങളാവുകയും വ്യത്യാസം തുല്യമാവുകയും ചെയ്താൽ ചെറിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ. അപ്പൊ ഇവിടെ ചെറിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യ ഏതാ മക്കളെ? ഇതാണ് വലിയ ഭിന്നസംഖ്യ. അപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? എല്ലാം വിഷമ ഭിന്നങ്ങളായിരിക്കണം, വ്യത്യാസം സെയിം ആയിരിക്കണം, അംശവും ഛേദവും തമ്മിലുള്ളത്. എങ്കിൽ ചെറിയ സംഖ്യകൾ അടങ്ങുന്ന ഭിന്നസംഖ്യ ആയിരിക്കും വലുത്. റെഡി? നോട്ട് സൈഡിലേക്ക് എഴുതി വെച്ചോണം കേട്ടോ. ഓക്കെ, അപ്പൊ പഠിച്ച 2 കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ അംശവും ഛേദവും തമ്മിൽ വ്യത്യാസം തുല്യമാണെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. സാധാരണ ഭിന്നങ്ങളാണെങ്കിൽ എന്താ പ്രത്യേകത? വിഷമ ഭിന്നങ്ങളാണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് ഓർത്തോണം. സാധാരണ ഭിന്നങ്ങളുടെ വ്യത്യാസം സെയിം ആണെങ്കിൽ വലിയ സംഖ്യകൾ അടങ്ങുന്നതായിരിക്കും വലുത്. വിഷമ ഭിന്നങ്ങളുടെ വ്യത്യാസം സെയിം ആണെങ്കിൽ ചെറിയ സംഖ്യകൾ അടങ്ങുന്നതായിരിക്കും വലുത്. യെസ്, സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ.
താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? യെസ്, ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ വലുതേത്? ഏതാണ് വലുതെന്നാണ് ചോദ്യമേ. ഏതാണ് വലുത്? നിങ്ങൾ ഈ ഭിന്നസംഖ്യയിലേക്ക് ഓടിച്ച് കണ്ണോടിച്ച് നോക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എല്ലാത്തിന്റെയും അംശം സെയിം അല്ലേ മക്കളെ? എല്ലാത്തിന്റെയും അംശം 13 അല്ലേ ന്യൂമറേറ്റർ? എല്ലാത്തിന്റെയും അംശം സെയിം അല്ലേ ന്യൂമറേറ്റർ? ആണോ? ഓക്കെ. ഇങ്ങനെ അംശം സെയിം ആയിട്ട് തന്നാൽ അതിൽ ഏതാണ് വലുതെന്ന് ചോദിച്ചാൽ ഓർക്കുക, അംശം മുകൾവശം ഒരേപോലെ വന്നാൽ താഴ്വശം ചെറുതായിട്ടുള്ളത് വലിയ ഭിന്നസംഖ്യ. അംശം ഒരേപോലെ വന്നാൽ ഛേദം ചെറുതായിട്ടുള്ള ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ. മക്കളെ മുകൾവശം എല്ലാം ഒരേപോലെ വന്നാലേ ചെറിയ താഴ്വശം, ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് വലിയ ഉത്തരം കിട്ടുന്നേ. ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ വലിയ ഉത്തരം കിട്ടുന്നേ. അപ്പൊ മുകൾവശം എല്ലാം ഒരേപോലെ വന്നാൽ താഴ്വശം ചെറുതായിട്ടുള്ള ഭിന്നസംഖ്യ ആയിരിക്കും വലിയ ഭിന്നസംഖ്യ. മുകൾവശം ഒരേപോലെ വന്നാൽ താഴ്വശം ചെറുതായിട്ടുള്ള ഭിന്നസംഖ്യ ആയിരിക്കും വലിയ ഭിന്നസംഖ്യ. അപ്പൊ അടുത്ത നോട്ട് എഴുതണം. മുകൾവശം ഒരേപോലെ വന്നാൽ ചെറിയ താഴ്വശമുള്ള ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ. മുകൾവശം ഒരേപോലെ വന്നാൽ ചെറിയ താഴ്വശമുള്ള ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ. കേട്ടോ? അപ്പൊ ഇവിടെ മുകൾവശം എല്ലാം ഒരേപോലെയാ, ചെറിയ താഴ്വശം ഉള്ളതാണ് വലിയ ഭിന്നസംഖ്യ. ഏതാ മക്കളെ ഇതിലെ വലിയ ഭിന്നസംഖ്യ? 13/9 ആണ് ഇതിലെ വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. ഓക്കെ. അപ്പൊ അതും ഒരു നോട്ടായിട്ട് സൈഡിൽ പഠിച്ച് എഴുതി വെച്ചോണേ. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോവാം. നെക്സ്റ്റ് വൺ, അടുത്തത് ശ്രദ്ധിച്ചു. ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? വലുതേത്? അല്ലെ? ശരി. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ കണ്ണു മിഴിച്ചു നോക്കി. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. താഴ്വശങ്ങൾ ഒരേപോലെയാണ് സേട്ടാ. ആണോ? താഴ്വശങ്ങൾ ഒരേപോലെയാണ്. ഓക്കെ മക്കളെ, താഴ്വശങ്ങൾ ഒരേപോലെയാണെങ്കിൽ ഏതാണ് വലിയ ഭിന്നസംഖ്യ? താഴ്വശങ്ങൾ ഒരേപോലെയാണെങ്കിൽ വലിയ മുകൾ വശമുള്ള ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ. കാരണം മുകളിൽ വലിയ സംഖ്യ വരുമ്പോഴല്ലേ ഡിവൈഡ് ചെയ്യുമ്പോൾ വലിയ ഉത്തരം കിട്ടുന്നത്. വലിയ സംഖ്യ മുകളിൽ വരുമ്പോൾ അല്ലേ ഡിവൈഡ് ചെയ്യുമ്പോൾ വലിയ ഉത്തരം കിട്ടുന്നത്. അപ്പൊ താഴ്വശങ്ങളെല്ലാം ഒരേപോലെ വന്നാൽ വലിയ മുകൾ വശമുള്ള ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ. താഴ്വശങ്ങളെല്ലാം ഒരേപോലെ വന്നാൽ വലിയ മുകൾ വശമുള്ള ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ. താഴ്വശങ്ങളെല്ലാം ഒരേപോലെ വന്നാൽ വലിയ മുകൾ വശമുള്ള ഭിന്നസംഖ്യ വലിയ ഭിന്നസംഖ്യ. അപ്പൊ ഇതിൽ ഏതാ മക്കളെ വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്? താഴ്വശങ്ങളെല്ലാം ഒരേപോലെയാണ്, വലിയ മുകൾ വശമുള്ളത് വലുത്. ഏതാ ആൻസർ? 19/23 ആണ് അല്ലെ? 19/23 ആണ് ഇതിലെ വലുത്. 17 അല്ല മക്കളെ, 19/23. അതാണ് വലിയ ഭിന്നസംഖ്യ. ശരിയല്ലേ? നിയമങ്ങൾ പഠിച്ചല്ലോ. ഇതാണ് ഭിന്നസംഖ്യകളിൽ വലുതേത് ചെറുതേതെന്നും നോക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന നിയമങ്ങൾ. കേൾക്കുന്നുണ്ടോ? ഇതാണ് ഭിന്നസംഖ്യകളുടെ വലുതേത് ചെറുതേതെന്ന് പറയുന്ന നിയമങ്ങൾ. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഓക്കെ. നമ്മൾ ആദ്യം പഠിച്ചത് രണ്ട് ഭിന്നസംഖ്യ തന്നാൽ അത് വലുതേത് ചെറുതേതെന്ന് അറിയാനുള്ള നോർമൽ മെത്തേഡ് എന്താ മക്കളെ? രണ്ട് ഭിന്നസംഖ്യകൾ തരുമ്പോൾ അതിൽ ഏതാണ് വലുത് ചെറുതെന്ന് അറിയാനുള്ള നോർമൽ മെത്തേഡ് എന്താ? അതായത് ഇങ്ങനെ ക്രോസ് ചെയ്ത് നോക്കണം അല്ലെ? വലുതിന്റെ താഴെ വരുന്നത് വലുത്, ചെറുതിന്റെ താഴെ വരുന്നത് ചെറുത് അല്ലേ? ആണ്. ഇനി നമുക്കറിയാം ഈ അംശവും ഛേദവും തമ്മിൽ വ്യത്യാസം തുല്യമാണെങ്കിൽ, എല്ലാം സാധാരണ ഭിന്നങ്ങളും ആണെങ്കിൽ വലിയ സംഖ്യയിൽ അടങ്ങുന്ന ഭിന്നസംഖ്യ വലുത്. അംശവും ഛേദവും തമ്മിൽ വ്യത്യാസം സെയിം, എല്ലാം വിഷമ ഭിന്നങ്ങളാണെങ്കിൽ ചെറിയ സംഖ്യയിൽ അടങ്ങുന്നത് വലുത്. ഇനി മുകൾ വശം ഒരേപോലെ വന്നാൽ ചെറിയ താഴ്വശമുള്ളത് വലുത്. താഴ്വശം ഒരേപോലെ വന്നാൽ വലിയ മുകൾ വശമുള്ളത് വലുത്. ഈ വേരിയേഷൻസ്, വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്തോളാം. കേട്ടല്ലോ? ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ച് തീർക്കില്ലേ? ചാപ്റ്റർ പഠിച്ച് തീർന്നു കഴിയുമ്പം ഈ ചാപ്റ്ററിൽ നിന്ന് 2020 അവസാനം തൊട്ട് ചോദിച്ച ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? വർക്കൗട്ട് ചെയ്ത് നോക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു ചാപ്റ്ററെ പഠിക്കുന്നുള്ളെങ്കിലും ആ ചാപ്റ്റർ പഠിച്ചതായിരിക്കണം. അങ്ങനെ വേണം പോകാൻ. നിങ്ങൾ ഇത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറച്ച് വീതം നോക്കും അല്ലെ? എക്സാമിന് ചെല്ലുമ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് എന്തൊക്കെയൊക്കെ എങ്കിലും കിട്ടും. അങ്ങനെയല്ല മക്കളെ. ഭിന്നസംഖ്യകൾ പഠിച്ചാൽ അതിൽ നിന്ന് പിന്നെ ചത്താലും മാർക്ക് പോകരുത്. അങ്ങനെ വേണം ഒരു ടോപ്പിക്ക് പഠിക്കാൻ. അടുത്ത ദശാംശംഖ്യകളാണെങ്കിൽ അതിൽ നിന്ന് ഒരു തുള്ളി ഒരു പൊടി മാർക്ക് പോകരുത്. അത് നിർബന്ധമാണ്. അങ്ങനെ വേണം പഠിത്തം വരാൻ. പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഭിന്നസംഖ്യകൾ ക്ലാസ് വൃത്തിയായിട്ട് എടുത്തു തീർക്കും. എന്നിട്ട് ഭിന്നസംഖ്യകൾ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യും. എനിക്ക് തോന്നുന്നു 150 ചോദ്യം ഉണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ തരും. അത് ഫുള്ള് ചെയ്ത് തീർക്കണം. എന്നിട്ടേ ഞാൻ അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തു. പറഞ്ഞ് മനസ്സിലായല്ലോ? അത് നമ്മുടെ ആ പ്ലേലിസ്റ്റിൽ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ. ഞാൻ കറക്റ്റ് ഫോർമാറ്റ് പറഞ്ഞുതരാം. നിങ്ങൾ കൂടെ കൂടിയാൽ മതി. കറക്റ്റ് ഒന്ന് ഫോളോ ചെയ്തൊന്ന് പഠിച്ചാൽ മതി. വേറെ ഒന്നും നോക്കണ്ട. കേട്ടോ? ഇനി ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമോ? ചില ആളുകൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, മക്കളെ കംപ്ലീറ്റ് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി എൻ്റെ ടെലഗ്രാം ചാനൽ എടുത്ത് നോക്കിയാൽ മതി. ഞാനതിൽ PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 92 ദിവസത്തോളം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെയാണ് ഇപ്പോൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അത് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. കേട്ടോ? യെസ്. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ കറക്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി പഠിത്തം. ബാക്കിയുള്ള കാര്യത്തിൽ നിങ്ങൾ ബോധേരാവണ്ട. കേട്ടല്ലോ?
യെസ്, കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ ഒന്നും അറിയത്തില്ലാത്തവരാണെങ്കിലും കുറച്ച് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ സെറ്റായിട്ട് വരും. അതെൻ്റെ ഗ്യാരണ്ടിയാണ്.